ഹായ്, എന്തൊക്കെയാ പരിപാടി? എന്താ നല്ല ഒരു വീഡിയോ ചെയ്യാനുള്ള മൂടുണ്ടല്ലേ? ഒരുപാട് ദിവസമായില്ലേ റെഡിയായി നിൽക്കുക. ഒരുപാട് ദിവസമായില്ലേ നമ്മള് വീഡിയോ കാണിച്ചിട്ട്? കുറച്ച് കാരണം ലോഡ്, അതുപോലെ തന്നെ കുറെ തിരക്ക്. പിന്നെ നമുക്ക് ഈ ഒരു 4 മണിക്ക് ശേഷം 5 മണിക്ക് ശേഷം വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഭയങ്കര വെയിലാണ്. അല്ല, ആ സമയത്താണ് നമുക്ക് ആളുകളും വരില്ലേ. അതാണ് അതിന്റെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വൈകണത്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് സെയിൽസും പരിപാടിയും എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെയാണ് സെയിൽസ്? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ടൈൽസ് എടുക്കാൻ വിചാരിച്ചോലൊക്കെ മാർബിൾ എടുത്ത് പോകുന്നുണ്ടല്ലേ? നമ്മളിപ്പോ ഒരു കസ്റ്റമറേ പിന്നെ ഒരു 2 ദിവസം മുന്നേ വന്ന കസ്റ്റമറെ പെരിന്തൽമണ്ണ പോയിക്കാണ്ട് അവര് ടൈൽസ് ബുക്ക് ചെയ്ത് ബില്ലാക്കിയാണ്ട് പിന്നെ അഡ്വാൻസ് ചെയ്ത് വരുന്ന വൈക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാണ് മാർബിൾ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയാണ്. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കണ്ടപ്പോ അവര് മാർബിൾ എടുത്തു. ക്യാൻസൽ ചെയ്തു. ടൈൽസ് ക്യാൻസൽ ചെയ്തു. ആ സന്തോഷം അല്ലേ അവന്റെ മുഖത്ത് കാണാണ്ട്. ടൈൽസ് എടുക്കാൻ പോയ ആൾക്കാണ് മാർബിൾ പിടിച്ചപ്പോ അവരെങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ കാരണം എന്തേ പറഞ്ഞോ? അവർക്ക് ഒന്നുകൂടി നല്ലത് ഈ നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോസ് കണ്ടിരുന്നവര് വീഡിയോസ് കാണാനാണ്. സ്ത്രീ വീഡിയോ കണ്ടുകൊണ്ടാണ് ഇവരിങ്ങനെ. കാരണം മാർബിളേറെ നല്ല ഭംഗിയുള്ളതൊക്കെ ടൈൽസിലുണ്ട്. പക്ഷെ അവർക്ക് ഗുണങ്ങൾ മനസ്സിലാവുക നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ്. അതെ, അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനല്ലേ. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനത്തെ മാർബിൾ അറിയാതെ കൂടുതൽ അറിയാൻ പറ്റും. അതെ, എന്നോട് മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നു, മറ്റേ ടൈൽസ് നാട്ടിലില്ലായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോൾ അവരെ വീട്ടുകാർ കൊണ്ടുപോയി ടൈൽസ് ഇട്ടു പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയതിനു ശേഷം അയാൾക്ക് എൻ്റെ ഒരു പ്രശ്നം വന്നു. അയാൾ എങ്ങനെ പൊളിക്കാം? കാരണം പൊളിച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ എന്തെങ്കിലും പറയോ? കാരണം അവൻ്റെ കൂടുതൽ പൈസ കൂടുതലായിട്ട് പറയണ ചെയ്യുന്നതിൽ ഒറ്റ കാരണം കൊണ്ട്. പിന്നെ ടൈൽസ് ഇട്ടോല് ടൈൽസിന്റെ മേലെ മാർബിൾ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഇപ്പോ നമ്മൾ ഇന്നലെ ഒരു ഹോം ടൂർ ഇട്ടിരുന്നു എടവണ്ണപ്പാറ. അതെ, സാവർ ലൈറ്റ് കളറ്. അത് കണ്ടിട്ട് അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കോള് വരുന്നുണ്ട് അത് ചോദിച്ചിട്ട്. എടവണ്ണപ്പാറ സാവറിന്റെ അല്ലേ? സാവറിലെ ഇന്ന് ശരിക്കും നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒരുപാട് മോഡൽസുകളുണ്ട്. ആ കല്ല് നിങ്ങൾ നേരിട്ട് പോയി വീട്ടിൽ കണ്ടില്ലല്ലോ? ഇല്ല, നിങ്ങൾ പോയില്ല. ഞാനും മർക്കിയുടെ പോയിരുന്നു കേട്ടോ. അതിനെ പറ്റി പറയണെങ്കിലേ നമ്മൾ ശരിക്കും ഇവിടുന്ന് സ്ലാബ് കണ്ടല്ലോ, ആ ഒരു സ്ലാബ് കണ്ട ഇതുപോലെ ഇല്ല കേട്ടോ, ഒരിക്കലും ഇല്ല. വീഡിയോ കണ്ടിട്ട് തോന്നുന്നുണ്ട് നമ്മളിവിടുന്ന് കൊടുത്ത കല്ല് പോലെ ഒരു പീസ് കാണുന്ന മാതിരി ഒരിക്കലും അല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ ഇല്ല. ഞാൻ തന്നെ ശരിക്കും അന്തം വിട്ടുപോയി. കാരണം ആ ഒരു കല്ല് മൊത്തം വിരിച്ച് വീടുന്ന തീർച്ചയായും, പ്രത്യേകിച്ച് ആ സിറ്റ് ഔട്ട്, ഭയങ്കര വലിയ സിറ്റ് ഔട്ട്, ബ്ലാക്ക് ഗ്രാനൈറ്റും. അതെ, നല്ല രസമുണ്ട് കാണാൻ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതാണെങ്കിൽ അവര് അതിന്റെ വീട്ടിന്റെ ഉടമസ്ഥ നാട്ടിലില്ലായിരുന്നു, എല്ലാം കഴിഞ്ഞിട്ട് വന്നാണ്. ഇപ്പൊ നാട്ടിലുണ്ട്. ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് മൂപ്പര്. അപ്പൊ ഇന്ന് നമ്മള് ഏതാ കാണിക്കുന്നത്? നമുക്ക് സാവറിനെ കാണിച്ചു കൊടുക്കാം. ഇഷ്ടംപോലെ മാർബിൾസ് ഉണ്ട്. അപ്പൊ സാവറിനെ ആയിക്കോട്ടെ അല്ലേ? അതെ, അതന്നെ കാണിച്ചു കൊടുക്കാം. അല്ല, അതിപ്പോ ചോദിക്കണ്ടല്ലോ. അതെ, അപ്പൊ നമുക്ക് ഒരു മോഡല് നമുക്ക് പുതിയ വന്നതാ. ഇതിപ്പോ 2 ദിവസമായിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു കല്ലല്ലേ, ഈ വെച്ച കല്ല്, ഇത് ഏകദേശം അതിനോട് മാച്ച് ആയിട്ടുള്ള ഡിസൈൻ അല്ലേ? അതെ, മാച്ച് ആയിട്ടുള്ള ഡിസൈൻ അങ്ങനെ തന്നെ വരുന്നത്. അതെ, ഇത് അത്യാവശ്യം വലിപ്പം ഉണ്ടോ തോന്നുന്നു. കുറച്ച് വലിയ സ്ലാബാണ്, കുറച്ചുകൂടെ വലിയ സ്ലാബാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റി ഉണ്ട്. സാവറിനെ കുറിച്ച് പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. ഇല്ല, സാവർ നമ്മൾ ഒരുപാട് സൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഡിസൈൻ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ എല്ലാത്തിലും വരും. ഓക്കെ, ക്വാളിറ്റിയിലൊക്കെ ഏകദേശം ഒരേ ക്വാളിറ്റി ആയിരുന്നാണ്, ഒരേ പാറ ആയിരുന്നാണ്. പിന്നെ സാവർ എന്ന് പറഞ്ഞ കല്ല് നമുക്കറിയാലോ, ഈ എക്സ്പോർട്ടിനാണ് മെയിൻ ആയിട്ട് പോകുന്നത്. അതെ, ഇപ്പൊ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ കുറവാണ്, നല്ല ഒറിജിനൽ സാവർ കിട്ടുന്നത് വളരെ കുറവാണ്. ബാക്കിയൊക്കെ എക്സ്പോർട്ടിലാണ് കൂടുതൽ പോകുന്നത്. അതെ, എങ്ങനെ ഇതിനെ നീളം വീതിയൊക്കെ എങ്ങനെ വരുന്നത്? അത്യാവശ്യം നീളത്തിലുള്ള സ്ലാബാണ് കണ്ടിട്ട്. 8 അടി നീളമുണ്ട്. 8 അടിയോളം നീളമുണ്ട് അല്ലേ? അപ്പോൾ അത്യാവശ്യം വലിയ സ്ലാബാണ്. വീതി വരുന്നതോ 4 അടിക്ക് അടുത്ത് 3.25 കൂട്ടം അല്ലേ? 3.25. ഓക്കെ, 2800 സ്ക്വയർ ഫീറ്റ്, 3000 അടുത്ത് ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റി 3000 ഉണ്ട് അല്ലേ? 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വലിയ ടീമിനൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതെ, 1500 സ്ക്വയർ ഫീറ്റിന് 2 ടീമിനും പറ്റും. അതെ. ഇതിനൊക്കെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാലേ, ഇതിന്റെ വില ഞാൻ പറഞ്ഞിട്ടില്ല. വില സാവർ എന്ന കാറ്റഗറിക്ക് ഒരു വില ഉണ്ടല്ലോ, ആ ഒരു വില വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്ന് 6-4 ടൈൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ താഴെയായിരിക്കും. താഴെയായിരിക്കും. എനിക്ക് തോന്നുന്നു നീ പറഞ്ഞില്ല നേരത്തെ പെരുന്തൽമണ്ണ ടീം എന്ന് പറഞ്ഞേ, ചിലപ്പോൾ അവരൊക്കെ വിലയുടെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ടൈൽസൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡിക്ക് പോയി കഴിഞ്ഞാൽ, ജോൺസൺ കച്ചാലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ 100ന്റെ മേലെയാണ്. 6-4 ആകുമ്പോൾ 100ന്റെ മേലെ മേലൊക്കെ പോകുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലായും ചെയ്തു.
നാച്ചുറൽ അല്ലേ? കുറഞ്ഞ വിലയിൽ കിട്ടും ചെയ്യും. ഇതിപ്പോ നമ്മള് കോട്ടക്കുന്ന് ഒരു കസ്റ്റമർ വന്നിരുന്നു. വന്നപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ അവര് വീട് അപ്സ്റ്റെയറിലാണ്, അപ്പൊ താഴെ മാർബിളാ, മേലെ ടൈലാണ്. എന്നിട്ട് പറയണ ടൈല് കൊണ്ട് ബുദ്ധിമുട്ട് അവർ പറഞ്ഞ എന്താ വെച്ചാൽ ഒന്നും അവന്റെ റൂം മുകളിലാണ്, അപ്പൊ നിലത്തൊന്നും ഇറങ്ങി കിടക്കാൻ പറ്റില്ല. താഴെ ആകുമ്പോ ആ പ്രശ്നമില്ല. അപ്പൊ പറയുന്നുണ്ട് ഞാനിപ്പോ എനിക്ക് അറിയുന്ന ആളുകളോടൊക്കെ ഞാൻ പറയല് മാർബിൾ ഇടാനാ പറയുന്നത്. കാരണം അത് ഉപയോഗിച്ച് രണ്ടും കൂടെ ഉപയോഗിക്കണവർക്കാണ് അതിന്റെ ബെനിഫിറ്റ്. ഞാൻ അനുഭവിക്കണാണല്ലോ. അതെ, എന്റെ വീട്ടില് താഴെ മാർബിളാണ്, മുകളിൽ ടൈൽസ് ആണ്. എന്നും ഞാൻ അനുഭവിക്കണേ. ഞാൻ കിടക്കുന്ന റൂമിൽ ഇതാണ് പ്രശ്നം. ഈ പ്രശ്നം തന്നെ. ഇതിപ്പോ വീട്ടിനകത്ത് എ സി ഇട്ടാലും റൂമിനകത്ത് രാത്രിയൊക്കെ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മൾ എ സി ഇട്ടിട്ട് താഴെ കിടന്നുറങ്ങിയാല് ആ ഒരു കൂളിംഗ് രാവിലെ വരെ ഉണ്ട്. എന്നാ മുകളിലോ എ സി ഓഫ് ആയി കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ആ കൂളിംഗ് പോയി, ചൂടായി. അതാണ് അതിന്റെ മാറ്റം. നമുക്ക് തന്നെ അറിയാലോ. അതെ, താഴെ റൂമിലൊക്കെ ആകുമ്പോൾ പകൽ തന്നെ അതിന്റെ വ്യത്യാസം അറിയാൻ കഴിയും. ടൈൽസ് ആകുമ്പോൾ പെട്ടെന്ന് ചൂടാവും ചെയ്യുന്നുണ്ട്. പിന്നെ അതിലാണ് ഏറ്റവും വലിയ നമ്മുടെ കുട്ടികളൊക്കെ തലയടിച്ച് പോവാണ്. ഈ ചെറിയൊരു വെള്ളത്തിന് അറിയാൻ കഴിയില്ല, ഭയങ്കര മിനുസായതുകൊണ്ട് തന്നെ. ഇപ്പോൾ അതിലൊക്കെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കല്ലാട്ടോ ഇത്. നാച്ചുറൽ ആയിട്ടുള്ള കല്ലാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ വിരിച്ച കല്ല് തന്നെ ഇപ്പോൾ ഇതാ. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് വേറെ എക്സ്ക്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ആയിരിക്കും. മീഡിയം റേഞ്ച് വില നമുക്ക് എത്ര രൂപ കൊടുക്കാം? അത് ആളുകൾ ചോദിക്കലുണ്ട് കേട്ടോ. ഉനൈസിന്റെ വീട്ടിൽ വിരിച്ച മാർബിൾ എന്ന് പറഞ്ഞത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് ചോദിക്കലുണ്ട്. കാരണം നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് ആണ് വലുത്. അതിലിപ്പോ നമുക്ക് അതുപോലെ തന്നെ എന്റെ വൈഫിന്റെ വീട്ടിൽ വിരിച്ചാണ് ആസ്പൂര്. നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന കല്ലുകളിൽ പെട്ട കുറച്ച് കല്ലുകളാണ് അത്. ലോഡ് കയറ്റി ചങ്ങരംകുളത്തേക്ക് ലോഡ് കയറ്റി. അതെ, പൊതുവേ ഈ ആൾക്കാരൊക്കെ ടൈൽസിലേക്ക് മാറാനുള്ള കാരണം പൈസന്റെ പ്രശ്നമാണ്. അത് ആൾക്കാർക്ക് അറിയാഞ്ഞിട്ടാണ്. എന്നുവെച്ചാല് കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റി മാർബിൾസ് കിട്ടാണ്ടെന്ന് ആൾക്കാർക്ക് അറിയാത്തതിന്റെ എന്ന് പറയുമ്പോ റേറ്റ് ഓവറാണ് കൺസെപ്റ്റ് ആണ്. പൊതുവെ ഈ പണിക്കൂലിയും കൂടുമോ എന്നൊക്കെ സംശയം ഉണ്ടാകാറുണ്ട്. ഇപ്പത്തെ പണിക്കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന മാർബിളിലായിരിക്കും കുറവ്. 35 രൂപയിൽ മേലെ കൊടുക്കണം. 35 രൂപ മേലെ കൊടുക്കുമ്പോൾ വേണം. അത് മാത്രമല്ല അതിനകത്ത് എപ്പോക്സി വേണം, പിന്നെ ഗമ്മ് വേണം, തേക്കണം, എന്തെല്ലാം പണികളാ. അതൊക്കെ കൂടുതലാണ്. വരുമ്പോ ഏറ്റവും കൂടുതലാണ്. നമുക്ക് എത്ര രൂപ കൊടുക്കുക ഈ കല്ല്? 73 രൂപ റേഞ്ച് വരുന്നുള്ളൂ. 73 രൂപ. അപ്പൊ 6 ടൈലിനേക്കാളും വില കുറവാണ്. 6 ടൈലിനേക്കാളും വില കുറവല്ലേ? അതെ അതെ. ഓക്കെ, നല്ല വലിയ സ്ലാബ് കേട്ടോ. പല ആൾക്കാരും കമ്പയർ ചെയ്യും. നമ്മൾ ടൈൽസിനേക്കാൾ വില കുറവെന്നൊക്കെ പറയുമ്പോഴേ 4.2 വില സൈസും കൂടെ നോക്കണം കേട്ടോ. കാരണം ഏകദേശം 24 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ സ്ലാബാണ്. ഈ സ്ലാബിന്റെ വലിപ്പം കൂടെ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഈ വില കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. കാരണം നമുക്ക് ആടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. വലിപ്പം കൂടെ നോക്കണം. പിന്നെ അതുപോലെ അതിനേക്കാൾ ഏറ്റവും വലിയ ക്വാളിറ്റി ഉള്ള കാരണം 10-10,000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ കല്ലുകളാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടിരുന്നത്. ആ ഒരു പാരമ്പര്യമെങ്കിലും നമുക്ക് കിട്ടൂലേ നമ്മുടെ വീട്ടിനകത്ത്? അതിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ ശരിക്കും 6-4 ടൈൽ എന്ന് പറയുമ്പോൾ ഇതിലും ചെറുതാണ്. ഇതിനേക്കാൾ ചെറുതാണ്. അതെ അതെ. എന്നാ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത്. ഇതായിരിക്കും ഫൈനലായിട്ട് വിരിച്ചു കഴിഞ്ഞാൽ വരും കേട്ടോ. എനിക്ക് എടപ്പണ്ണമാരെ കണ്ടില്ലേ, അത് അതിനേക്കാൾ കുറച്ച് ചെറിയൊരു ഡാർക്ക്നെസ് വരും. ഏകദേശം പാറ്റേൺ ഒക്കെ സെയിം തന്നെ വരുന്നത്. പാറ്റേൺ സെയിം ആണ്. അതിലെന്താ വെച്ചാൽ ഈ സെന്റർ കാണേണ്ട കളറാണ്. അതെ, അതാണ് മെയിനായിട്ട് മൊത്തം വരുന്നത്. ഇവിടെ ഒരു വുഡൻ ടൈപ്പ് ഡിസൈൻ കൂടെ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു പാറ്റേൺ കൂടെ വരുന്നത്. നല്ല രസമുള്ള ഡിസൈൻ ആട്ടോ. നല്ല പാറ്റേൺ ഒക്കെ ഭയങ്കര രസമാണ്. ഇതിന്റെ ഭംഗി ശരിക്ക് കിട്ടണമെങ്കിൽ അത് വിരിച്ചു വരുന്നു. അതെ, അപ്പൊ നമ്മളിപ്പോ ഈ സിംഗിൾ കാണുന്ന ഇതൊന്നും അല്ല. നമുക്ക് വേണ്ടിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ഗഫൂർ എടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ അവർ അയച്ചു തരും കേട്ടോ. വിലയും കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് ചോദിക്കാം. അല്ല, നമുക്ക് ഇനി കൂടുതലായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാനില്ലല്ലോ. ഇതിന് പോളിഷ് ചെയ്യാത്ത കല്ലുണ്ടോ അവിടെ? പോളിഷ് ചെയ്യാത്ത കാണിച്ചു കൊടുക്കാം അല്ലേ? ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തോ. ഇതാണ് കല്ല്. അത്യാവശ്യം വലിയ ലോട്ടാട്ടോ. ഓക്കെ, പാറ്റയാണ്. സൈഡിലും കൂടി ഒന്ന് വെച്ചു കൊടുത്തോ. ഓക്കെ, ബസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ അവർ വിളിച്ചോട്ടല്ലേ? ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളി. മലപ്പുറം ടൗണിലെ ബൈപ്പാസ് റോഡിലെ കാവുങ്ങൽ മുണ്ടുപറമ്പ് ബൈപ്പാസ് റോഡ്. ഇനി എന്തെങ്കിലും ലൊക്കേഷൻ അയച്ചു കൊടുക്കില്ല? ലൊക്കേഷൻ നമ്മൾ വാട്സാപ്പിൽ അയച്ചു കൊടുക്കും. താങ്ക് യു. സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം.